ഹലോ, നമുക്കിന്നൊരു മീൻ കറി ഉണ്ടാക്കാം. ഇത് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള മീൻ കറിയാണ്. ഞാൻ ഇന്നിവിടെ ഷേരിയാണ് എടുത്തിരിക്കുന്നത്. ഏത് മീൻ വേണമെങ്കിലും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. അയിലയോ മത്തിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രം ചൂടാൻ വയ്ക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ട് ഒരു 3 മിനിറ്റോളം നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഇനി ഇതേ പാത്രത്തിലേക്ക് തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതും ചെറുതീയിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് നേരം നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഇനി ഇതേ പാത്രത്തിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതും ഒരു 3 മിനിറ്റ് നേരം ഇട്ട് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ഈ പൊടികളൊന്നും കരിഞ്ഞു പോകരുത്. അതുകൊണ്ട് തന്നെ ഗ്യാസ് നല്ല സിമ്മിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാ ഞാൻ ആ പൊടികളൊക്കെ ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മിക്സിയിൽ ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതുണ്ട്. പിന്നെ ഞങ്ങൾ ചൂടാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക്, പിന്നെ നമ്മൾ 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ഉണ്ടല്ലോ, അതെല്ലാം ഞാൻ ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകം വേണം, ഒരു പച്ചമുളക് വേണം, പിന്നെ ഒരു 5 6 വെളുത്തുള്ളിയുടെ അല്ലി വേണം. ഇതെല്ലാം ചേർത്തിട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് അരച്ചിട്ട് വരാം. ഞാൻ നന്നായിട്ട് അരച്ചിട്ടുണ്ട്, നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറി ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാത്രത്തിലാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. ഞാൻ അരപ്പൊക്കെ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി കൂടെ വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാളയുടെ പകുതി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇനി വേണ്ടത് പുളിയാണ്. ഞാനിവിടെ നമ്മുടെ കുടംപുളിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വാളൻപുളിയാണെങ്കിൽ അതാണെങ്കിലും മതി. ഞാനിപ്പോൾ കുടംപുളിയാണ് യൂസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഞാൻ വാളൻപുളി ഉപയോഗിച്ചിട്ട് ഇത് ഉണ്ടാക്കാറുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം എന്ന് വെച്ചാൽ നമുക്ക് കറി ഏത് കൺസിസ്റ്റൻസിയിലാണോ വേണ്ടത് അത്രയും ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം ആവാൻ പാടില്ല. നമ്മൾ മീൻ കറിക്കൊക്കെ സാധാരണ ഒരു കൊഴുപ്പോടെയല്ലേ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ 8 മിനിറ്റ് ആയിട്ടുണ്ട്. മീനൊക്കെ നന്നായിട്ട് മീൻ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരൽപ്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം ഇത്തിരി നേരം അടച്ചു വയ്ക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.